ഇടുക്കി തൊടുപുഴയിൽ ലാത്തിച്ചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഗുരുതര പരിക്കേറ്റതിൽ നടപടിയെടുക്കാതെ പോലീസ്. 2022 ജൂൺ 14 യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെയാണ് ബിലാലിന് പരിക്കേറ്റത്. പോലീസുകാരനെതിരെ നടപടിയെടുക്കാൻ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉത്തരവിട്ടിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നും ബിലാൽ പറയുന്നു. കുറ്റക്കാരനായിട്ടുള്ള കണ്ണിനടിച്ച അജിൻ ടി.ഡി എന്ന് പറയുന്ന പോലീസുകാരന്റെ വീട് തിരുവനന്തപുരം ഭാഗത്താണ്. അവിടുത്തെ നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് അവരുടെ കുടുംബം ഈ ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാണ് കേട്ടത്. നമ്മൾ ഒരു തരത്തിലും ഇതിനെ ഒത്തുതീർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായിട്ട് അയാൾക്കെതിരെ ഏതറ്റം വരെ പോയാലും ശിക്ഷാ നടപടികൾ കിട്ടുന്നത് വരെ നമ്മൾ നിയമ പോരാട്ടം നടത്തും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇവിടെ നിന്നും വലിയ പരാതികൾ തന്നെയാണ് ഉയരുന്നത്. ഇതിൽ ബിലാലിന്റെ കേസും വ്യത്യസ്തമല്ല. പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി വരെ ഉത്തരവിട്ടിട്ടും നടപടിയെടുക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇദ്ദേഹം ബിലാൽ പറയുന്നത്. എപ്പോഴാണ് ബിലാലിന് ഈ മർദ്ദനമേറ്റ സംഭവം ഉണ്ടായത്? തീർച്ചയായും ജിൽസി, പരാതിപ്പെട്ടിട്ടും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നടപടിയെടുക്കണമെന്ന് ഉത്തരവിട്ടിട്ട് കൂടിയും ഈ പോലീസുകാരനെ, മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരനെ സംരക്ഷണം നൽകുന്ന ഒരു സംഭവമാണ് തൊടുപുഴയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ മാർച്ച് 2025 മാർച്ചിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഈ പോലീസുകാരനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് 2022 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ CP മാത്യുവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ഈ സംഘർഷം നിയന്ത്രിക്കാൻ വേണ്ടി ഇടപെട്ട പോലീസുകാരിൽ ഒരാളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ബിലാൽ സമദ് എന്ന പൊതുപ്രവർത്തകനെ മർദ്ദിക്കുന്നത്. ക്രൂരമായ മർദ്ദനത്തിൽ ബിലാൽ സമദിന്റെ കണ്ണിന് സാരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് അന്ന് AR ക്യാമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ അജിൻ ടി.ഡി എന്നയാൾക്കെതിരെ പരാതിയുമായി ബിലാൽ സമദ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിക്കുന്നത്. പിന്നീട് ദീർഘനാളത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഈ പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഈ കഴിഞ്ഞ മാർച്ചിൽ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഈ ഉത്തരവ് പുറപ്പെട്ടു വന്നിട്ട് ഇന്നിപ്പോൾ 5 മാസം പിന്നിടുകയാണ്. 5 മാസത്തിന് ശേഷം ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ പറയുന്ന അജിൻ ടി.ഡി എന്ന് പറയുന്ന പോലീസുകാരൻ തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരികയാണ്. അതിനിടയിൽ CBIയിൽ ഡെപ്യൂട്ടേഷന് പോവുകയടക്കം ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണ് എന്നാണ് ഈ ബിലാൽ സമദ്, മർദ്ദനമേറ്റ ബിലാൽ സമദ് ആരോപിക്കുന്നത്. കർശന നടപടി എടുക്കുന്നതുവരെ നിയമപോരാട്ടം തുടരും എന്നും ബിലാൽ സമദ് വ്യക്തമാക്കുന്നുണ്ട്. ജിൽസി.